ജിഷ്ണുവിൻ്റെ കയ്യിൽ മറുപടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹരി കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു മറുപടി എഴുതുമെന്നവൾ കുറെ ആലോചിച്ചു. വെറുതെ കടലാസിൽ എഴുതി കൊടുക്കുന്നതിലും അവൾ ആഗ്രഹിച്ചത് തൻ്റെ മനസ്സിലുള്ളത് അവനോട് നേരിട്ട് പറയാനാണ്. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഹരിയെ നേരിട്ട് കാണാമെന്നും സംസാരിക്കാമെന്നുമുള്ള ആഗ്രഹത്തോടെ അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. തുടർന്ന് കേൾക്കുക. പിറ്റേന്ന് പതിവിലേറെ ഉത്സാഹത്തോടെയാണ് സുമംഗല എഴുന്നേറ്റത്. കുളിച്ച് ഭംഗിയായി വേഷം ധരിച്ച് ഏട്ടന്മാരോട് യാത്രയും പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി. വഴിയിൽ ഹരിയെ കാണണേ എന്ന പ്രാർത്ഥനയും ആഗ്രഹവും ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ആശങ്കയും മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും കാണുകയാണെങ്കിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം അവൾ ഒരിക്കൽ കൂടി പാകപ്പെടുത്തി വെച്ചു. മുൻപൊരിക്കലും ഇല്ലാത്ത ഒരു ധൈര്യം അവളിൽ കുടിയേറി. തനിക്ക് തുണയായി രക്ഷകനായി ഒരാൾ കൂടെയുണ്ടെന്നുള്ള ധൈര്യം. ഓരോന്നാലോചിച്ച് നടന്ന സുമംഗലയുടെ മുന്നിൽ പെട്ടെന്നാണ് ഹരി പ്രത്യക്ഷപ്പെട്ടത്. ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തൻ്റെ മുന്നിൽ വന്നതെന്ന് ചിന്തിച്ച് അത്ഭുതത്തോടെ നിന്ന സുമംഗലയുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ഹരിയെത്തി. തൊട്ടടുത്തെത്തി നിന്ന ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കിയ സുമംഗലയ്ക്ക് തൻ്റെ ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പായുന്നത് പോലെ തോന്നി. ഹരിയെ നേരിട്ട് കാണുമ്പോൾ പറയാൻ കരുതി വെച്ച വാക്കുകളും ധൈര്യവും ഒന്നാകെ ചോർന്നുപോയി. നാണം കൊണ്ട് അവളുടെ മുഖം കുനിഞ്ഞു. ഞാൻ ജിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിട്ടിരുന്നു, അതിനൊരു മറുപടി. ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് ചെറിയ ചിരിയുണ്ടെങ്കിലും അവളുടെ മറുപടി എന്തായിരിക്കുമെന്നറിയാനുള്ള ഒരു ജിജ്ഞാസയും ഉണ്ടായിരുന്നു. സുമംഗലയ്ക്ക് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയായി. നേരിട്ട് പറയാൻ കരുതി വെച്ച വാക്കുകളെല്ലാം കൈമോശം വന്നിരിക്കുന്നു. ഒരാണിൻ്റെ മുന്നിൽ അകപ്പെടുമ്പോൾ പെണ്ണിൻ്റെ മനസ്സ് ഇത്രത്തോളം ലോലമായി പോകുമോ? ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിച്ച് തീർച്ചപ്പെടുത്തിയ ധൈര്യമെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോയത്. തമ്പുരാട്ടി. ഹരിയുടെ വിളി അവളെ ചിന്തയിൽ നിന്നുണർത്തി. ഹരിയേട്ട, എന്നെ സുമംഗല എന്ന് വിളിച്ചാൽ മതി. അവൾ ഒരു വിധം അത്രയും പറഞ്ഞൊപ്പിച്ചു. അവളുടെ ഹരിയേട്ട എന്നുള്ള വിളി പൂർണ്ണമായും അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. അളവറ്റ സന്തോഷത്തോടെ ഹരി തുടർന്നു. അങ്ങനെ വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം, പക്ഷേ തനിക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇഷ്ടമാണെന്ന്. ഹരിയേട്ട ഇവിടെ ഉണ്ടാവുമോ? ഞാൻ തൊഴുതിട്ട് വരാം. അവളുടെ സങ്കോചം കുറച്ചു കുറഞ്ഞതുപോലെ തോന്നി. പോയി വരൂ, ഞാനിവിടെ കാണും. മനസ്സ് നിറയെ സ്നേഹത്തിൻ്റെ 1000 പൂത്തിരി കത്തിച്ച സന്തോഷത്തോടെയാണ് അവൾ അമ്പലത്തിലെത്തിയത്. ചെന്നതേ കണ്ടു വാരസ്യാരോടൊപ്പം ജിഷ്ണു ഇരിക്കുന്നത്. അവളെ കണ്ടതും സ്നേഹബഹുമാനങ്ങളോടെ എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. തമ്പുരാട്ടി, ഹരിയേട്ടൻ. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ കണ്ടു. ചുറ്റുപാടും നോക്കി അവളും സ്വരം താഴ്ത്തി പറഞ്ഞിട്ട് പൂമാലയും വാങ്ങി ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നു. പൗർണമിയുടെ അന്ന് ദേവപ്രശ്നം നടത്തി ഫലം അറിയുന്നതുവരെ ഹരിനാരായണനെ ക്ഷേത്രത്തിൽ നിന്നും വിലക്കിയിരിക്കുന്നതിനാൽ അവൻ അമ്പലത്തിലേക്ക് വന്നില്ല. പൗർണമിക്ക് ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. നടയ്ക്ക് മുന്നിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഹരിനാരായണൻ വിലക്കുമാറി എത്രയും വേഗം അമ്പലത്തിലേക്ക് തിരിച്ചെത്തണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. വേഗം തന്നെ ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച് തിരുമേനിയിൽ നിന്നും പ്രസാദം വാങ്ങി അവൾ പുറത്തേക്ക് കടന്നു. ജിഷ്ണുവിനെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചു നടന്നു നീങ്ങി. പറഞ്ഞതുപോലെ തന്നെ ഹരിനാരായണൻ അവളുടെ വരവും പ്രതീക്ഷിച്ച് തെങ്ങിൻ തോപ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതേ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. ആഹാ, സുമംഗല വേഗം വന്നൂലേ? ഞാൻ കരുതി കുറച്ചുകൂടി വൈകുമെന്ന്. ഇല്ല, ഹരിയേട്ടൻ ഇവിടെ കാത്തു നിൽക്കുമല്ലേ, അതാ ഞാൻ വേഗം പോന്നത് എന്ന് പറഞ്ഞ് അവൾ യാന്ത്രികമെന്നോണം ചന്ദനമെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊടുവിച്ചു. ആ ഒരു സ്പർശനം രണ്ടുപേരിലും ഒരു പ്രത്യേക അനുഭൂതി ഉണർത്തി. നാണത്തോടെ അവൾ അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. പരിഭ്രമവും പരവേശവും മാറി തുടങ്ങിയെങ്കിലും എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൾ കുഴങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുരുഷന് മുൻപിൽ, അതും ഒരു കാമുകിയായി നിൽക്കുന്നത്. അതുമാത്രമല്ല, തുറസായ പ്രദേശമാണ്. ആരെങ്കിലും ആ വഴി വരുമോ, തങ്ങളെ കാണുമോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. ഹരിയേട്ടാ, ഞാൻ പോട്ടെ. ആരെങ്കിലും കണ്ടാൽ, ഏട്ടന്മാർ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അവൾ പോകാൻ തിരക്ക് കൂട്ടി. പോയിക്കോളൂ, സന്ധ്യയ്ക്ക് ഞാൻ കുളക്കടയിൽ വരും.
അവളുടെ ഭയം മനസ്സിലാക്കിയ ഹരി സുമംഗലയെ പോകാൻ അനുവദിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹരിനാരായണനും സുമംഗലയും ഒരിക്കലും അകലാൻ പറ്റാത്ത വിധം അടുത്തുപോയി. സുമംഗലയുടെ ജാതകദോഷത്തിന്റെ പേരിൽ മംഗല്യഭാഗ്യം മുടങ്ങിപ്പോകുന്നതെല്ലാം ഹരിയെ സംബന്ധിച്ച് സന്തോഷമായിരുന്നു. കാരണം ഒരിക്കലും സുമംഗല മറ്റൊരാളുടേതാവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. സുമംഗലയും. എന്നാൽ തങ്ങളുടെ ബന്ധം പുറത്തറിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രണ്ടുപേർക്കും നല്ല ബോധമുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും അതിനെയൊക്കെ നേരിടാൻ തന്നെയായിരുന്നു ഹരിയുടെ തീരുമാനം. രാവിലെയുള്ള ക്ഷേത്ര ദർശനവും വൈകുന്നേരത്തെ സർപ്പക്കാവിലെ വിളക്ക് വയ്ക്കലും മാത്രമായിരുന്നു അവരുടെ കൂടിക്കാഴ്ച. അതും അല്പസമയം മാത്രം. ബാക്കിയെല്ലാം ജിഷ്ണു എന്ന ദൂതൻ വഴി എഴുത്തിലൂടെ ആയിരുന്നു അവർ പരസ്പരം ഹൃദയരസ്യങ്ങൾ കൈമാറിയിരുന്നത്. പൗർണമി എടുക്കും തോറും അവളുടെ മനസ്സിൽ അകാരണമായൊരു ഭയം ഉടലെടുത്തു. മാത്രമല്ല, ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ തനിക്ക് അമ്പലത്തിൽ പോകാനോ വിളക്ക് കൊളുത്താനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹരിയേട്ടനെ കാണാനും പറ്റില്ല. അന്ന് വൈകുന്നേരം തമ്മിൽ കണ്ടപ്പോൾ സുമംഗല വളരെ വിഷമത്തിലായിരുന്നു. എന്താടോ, എന്തു പറ്റി? താൻ ആകെ സങ്കടത്തിലാണല്ലോ. അവളെ കണ്ടതേ ഹരി തിരക്കി. ഹരിയേട്ടാ, എനിക്കിനി കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. മിക്കവാറും പൗർണമിക്ക് ശേഷമേ ഇനി കാണാൻ പറ്റൂ. അതുവരെ ഏട്ടനെ കാണാതെ. അവൾ വിഴുങ്ങിപ്പൊട്ടി. ഏയ്, കരയാതെടോ. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. താൻ വിഷമിക്കാതെ. പരസ്പരം കണ്ടില്ലാന്ന് വെച്ച് നമ്മുടെ സ്നേഹം കുറയൊന്നുമില്ല. താൻ സമാധാനിക്കും. അന്നങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോയതാണ്. പിന്നെ താൻ അറിയുന്നത് ഹരിയേട്ടനെ നാട് കടത്തിയെന്ന് തീണ്ടാരിപ്പുരയിൽ വെച്ച് പെണ്ണുങ്ങൾ പറഞ്ഞപ്പോഴാണ്. ഓർക്കും തോറും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി കയ്യിലിരുന്ന ഹരിയുടെ ഫോട്ടോയിൽ വിളിച്ചിതറി. ഹരിയേട്ടനെ കാണാൻ പറ്റാതായിട്ട് 1 വർഷമാകുന്നു. ജിഷ്ണുവിലൂടെ കൈമാറുന്ന കത്തുകളാണ് ഏക ആശ്വാസം. കർമാണിമാരുടെ തീരുമാനം മാറ്റാതെ ഹരിയേട്ടൻ ഇനി ഇവിടേക്ക് വരാൻ സാധിക്കില്ല. സൽപ്രവൃത്തികൾ കൊണ്ട് ഗ്രാമത്തിലവരുടെയും പ്രിയപ്പെട്ടവരായ ജിഷ്ണു ഉൾപ്പെടെയുള്ള 5 അംഗ സംഘത്തോട് അടുത്തിടപഴകാൻ അനുവാദമുള്ളതുകൊണ്ട് ഹരിയേട്ടൻ്റെ വിവരങ്ങൾ അറിയാനും തൻ്റെ വിവരങ്ങൾ അറിയിക്കാനും പറ്റുന്നുണ്ട്. എന്നെങ്കിലും അദ്ദേഹം തിരിച്ചു വരുമെന്നും എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് തന്നെ സ്വന്തമാക്കുമെന്നും എല്ലാ എഴുത്തിലും ഉറപ്പു തരുന്നുണ്ട്. എന്നാൽ ഇന്ന് ഏട്ടൻ തിരുമേനി പറഞ്ഞ കാര്യം, അതിലേതെങ്കിലും ഒരു ജാതകം ഒത്തുവന്നാൽ ദേവിയെ, അത് ആലോചിക്കാൻ കൂടി വയ്യ. ഉള്ളിൽ തിങ്ങി വന്ന സങ്കടം കണ്ണുനീർ തുള്ളികളായി കുതിച്ചു ചാടി. ഹരിയുടെ ഫോട്ടോയിലേക്ക് നോക്കും തോറും അവളുടെ സങ്കടം ഇരട്ടിച്ചു. അപ്പോഴാണ് മുറിക്ക് പുറത്തു നിന്ന് വാസുദേവൻ തമ്പുരാന്റെ കുട്ടിയെ വാതിൽ തുറക്കൂ എന്ന വിളിയോടെ കതകിൽ മുട്ടുന്നത് കേട്ടത്. പെട്ടെന്ന് തന്നെ ഹരിയുടെ ഫോട്ടോ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചു. കണ്ണും മുഖവും ഒരുവിധം തുടച്ച് വാതിൽ തുറന്ന് സുമംഗലയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ തമ്പുരാന്റെ നോട്ടം തറച്ചു.